ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മുടെ അടുക്കള അണുവിമുക്തമാക്കി സൂക്ഷിക്കാനുള്ള കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുക്കള അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ടിപ്പൊന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിലുള്ള സ്ക്രബ്ബർ ആദ്യമേ നമുക്ക് അണുവിമുക്തമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ചൂടുള്ള വെള്ളത്തിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതുപോലെ സ്ക്രബ്ബർ നമ്മൾ ഡേ ഫുള്ളും നെയ്യും അതുപോലെ ഒരുപാട് പാത്രങ്ങൾ നമ്മൾ ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചാണ് കഴുകിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ രാത്രി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കൊണ്ട് നമ്മൾ ആ സ്ക്രബ്ബർ ഇതുപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിനകത്തുള്ള അണുക്കളൊക്കെ നമുക്ക് ഇല്ലാണ്ടായി കിട്ടും കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഇതെടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കഴുകിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള അണുക്കളൊക്കെ നമുക്ക് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ഒരു നല്ല ടിപ്പാണ്, ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം ഷിങ്കിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വിനീഗർ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്, ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി എടുത്താൽ നമ്മുടെ ഷിങ്ക് നന്നായിട്ട് വൃത്തിയാകും കേട്ടോ. അപ്പോൾ വല്ല അണുക്കളും ജേംസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് മൂലം നന്നായിട്ട് വൃത്തിയായി കിട്ടും. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല വൃത്തിയാവുന്നുണ്ട് നമ്മുടെ ഷിങ്ക്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഷിങ്കിലേക്ക് വിനീഗർ ഒഴിക്കുന്നത് പോലെ എന്തെങ്കിലും അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് നമുക്ക് നോക്കാനുള്ളത്, ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഐസ് ക്യൂബൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുക്കറിൻ്റെ വാസർ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇട്ട് വെക്കുന്നത് മൂലം രാവിലെ ഒരു പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് കുക്കർ ഉപയോഗിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ട് വെക്കുന്നത് മൂലം കുക്കറിൻ്റെ വാസർ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇരിക്കും. അപ്പോൾ രാവിലെ ഒരു കുഴപ്പവും കൂടാതെ തന്നെ നമുക്ക് കുക്കർ ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് ഉപകാരപ്രദമായ ഒരു നല്ലൊരു ടിപ്പാണിത്. ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനിയുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വാനില എസൻസ് ആണ് കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഒരു നല്ലൊരു വാസനദ്രവ്യം നമുക്കിതുപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പച്ചരിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ മൂടി വെച്ച് ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ച് അതിനകത്തേക്ക് തുളയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം, ഫോർക്ക് ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ തുളയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് നല്ല ഫ്രേഗ്രൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരാഴ്ച വരെയും നമുക്ക് ഈ ഒരു പച്ചരി വെച്ച് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ഒരാഴ്ച വരെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഷിങ്കിൻ്റെ അടുത്തൊക്കെ ആയിട്ട് നമുക്കിത് വെച്ചാൽ ഷിങ്കിൽ നിന്ന് വരുന്ന ചെറിയ ബാഡ് സ്മെല്ലൊക്കെ ഇത് ഇല്ലാണ്ടാക്കും കേട്ടോ. ഒരാഴ്ച വരെയും ഇതിനകത്ത് നല്ല ഫ്രേഗ്രൻസ് നമുക്ക് കിട്ടും. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് നമ്മളിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചണിലേക്ക് അടുത്ത ദിവസം രാവിലെ വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഡേ ഫുള്ള് നമ്മൾ കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്തതൊക്കെ ആയിട്ട് നല്ല സ്റ്റെയിനൊക്കെ ഉണ്ട് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മേലെ. അപ്പോൾ ഇത് ജസ്റ്റ് ഇതേപോലെ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. അല്ലാണ്ട് നമ്മൾ അമർത്തി പ്രസ് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പേസ്റ്റ് നമ്മൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ ആ സ്റ്റെയിനൊക്കെ നമുക്ക് ക്ലിയർ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഇതൊക്കെ നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അധികം അഴുക്കും കാര്യങ്ങളൊന്നും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മേലിൽ ഉണ്ടാവില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പേസ്റ്റ് ഉപയോഗിച്ച് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇടയിലുള്ള ആ കറയും കാര്യങ്ങളൊക്കെ, തുരു പിടിച്ച ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല. അതൊരു ബ്രഷ് ഉപയോഗിച്ച് നമുക്കിതുപോലെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് വൃത്തിയാക്കി തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ പേസ്റ്റ് ഉപയോഗിച്ച്. കുറച്ച്
കുറച്ച് പേസ്റ്റ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപയോഗിച്ച് തന്നെയാണ് ഞാൻ ഈ ഗ്യാസ് സ്റ്റോപ്പ് മുഴുവനും വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നമുക്ക് വൃത്തിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് വൃത്തിയായതിന് ശേഷം ഇതുപോലൊരു ടാൽക്കം പൗഡർ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഉറുമ്പൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. അതുപോലെ ടാൽക്കം പൗഡർ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യുന്നത് മൂലം നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ കിച്ചണിലേക്ക് വരുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാവുന്ന ജോലിയേ ഉള്ളൂ. അപ്പോൾ അത് ദിവസം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതുപോലൊക്കെ ചെയ്ത് വെച്ച് കിടക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ വേഗത്തിൽ ജോലികളൊക്കെ ചെയ്ത് തീർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഒരു പേസ്റ്റ് ഉപയോഗിച്ച് വളരെ വൃത്തിയായി തന്നെ ഓയിൽ സ്റ്റെയിൻ ഒന്നും ഇല്ലാതെ നമുക്ക് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ അവസാനത്തെ ടിപ്പ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബക്കറ്റിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂണോളം വിനീഗറുമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീട് മുഴുവൻ അടിച്ചു വരുന്ന ചൂലാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചൂല് നന്നായിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കഴുകി നമുക്ക് എടുക്കാം. ഞാൻ എപ്പോഴും ചൂല് കഴുകി എടുക്കുന്നതാണ് ഇതുപോലെ. അത് കാരണം ഞാനൊരു ചെറിയ ബക്കറ്റിലേക്ക് വെള്ളം എടുത്ത് ചൂല് അടിക്കുന്ന ആ ഒരു ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ വൃത്തിയാക്കി കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വലിയ ബക്കറ്റിലേക്ക് തന്നെ ഇതുപോലെ വെള്ളം എടുത്ത് വിനീഗർ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തതിന് ശേഷം നന്നായി തന്നെ ചൂല് കഴുകി എടുക്കാവുന്നതാണ്. കഴുകി ഉണക്കിയതിന് ശേഷം പിന്നീട് നിങ്ങൾ ചൂല് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് മൂലം ചൂലിനകത്തുള്ള അണുക്കളൊക്കെ നന്നായിട്ട് ഇല്ലാണ്ടായി നമുക്ക് ചൂല് വൃത്തിയാക്കി തന്നെ സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആരോഗ്യപരമായ ഒരു കുടുംബത്തിൻ്റെ തുടക്കം അടുക്കളയിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് അണുവിമുക്തമായി വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.